എത്ര സന്തോഷമുള്ള കാര്യം മോനെ. ശിവാനി ഭാഗ്യമുള്ള പെണ്ണ. മോനെ അമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് വേഗം കല്യാണം കഴിക്കാൻ നോക്ക്. ആയിട്ടില്ല. ഇപ്പോഴാ ഞാൻ അവളോട് സംസാരിച്ചത്. അവളുടെ മനസ്സിലെന്താന്ന് അറിയണ്ടേ. വരുമല്ലേ നോക്കാം. അമ്മയോട് പിന്നെ പറയാം. മോനെ വേണ്ടെന്ന് ആരെങ്കിലും പറയോ? തീർച്ചയായും വരും മോനെ, നോക്കിയോ. ഹലോ മുരളി, ആ വാ പോകാം. അമ്മേ, ഞാൻ റെഡി ആവുന്നേ ഉള്ളൂ. അമ്മ ഇറങ്ങിക്കോ. ട്രെയിന് സമയമായിട മോനെ. മോന് ഈ നാട് വളരെ ഇഷ്ടമായി. ഇവിടെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. കൊച്ചമ്മ നടക്ക്, ഞാൻ മോനെ കൂട്ടി വരാം. ചെല്ലേ. നിനക്ക് തീരെ ഉത്തരവാദിത്വം ഇല്ലാണ്ടായി. അതെ, അവൻ ഇന്ന് വേഗം പറഞ്ഞു വിടണേ. ശരി കൊച്ചമ്മേ, ഞാൻ എന്നാ നോക്കിക്കോളാം. പോകാം, വണ്ടി എടുക്ക്. കൊച്ചമ്മ ധൈര്യമായിട്ട് പൊക്കോ. മോനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. സൂക്ഷിച്ചു പോണേ. വാ മോളെ ശിവാനി. മോൻ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി. നല്ലൊരു ബന്ധം മോളെ. എന്താ മോളെ മുറിവ്? വരുന്ന വഴിയിലൊന്ന് വീണത്. മോൾ ഇങ്ങോട്ട് കയറിയിരിക്കും, ഞാൻ ഇപ്പൊ കാപ്പി കൊണ്ടുവരാം. അതൊന്നും വേണ്ട, എനിക്ക് അദ്ദേഹത്തെ കാണണം. കാണാൻ തിടുക്കല്ലേ മോളെ. മോൻ കുളിച്ചോണ്ടിരിക്കുക, ഇപ്പൊ വരും. ഞാൻ പോയി കാപ്പി എടുത്തോണ്ടിരാം. മോൾ ഇരിക്കും മോളെ. ഇവിടെ നിൽക്കുകയാണോ മോളെ? അശോകൻ സാറ് വരുന്നുണ്ട്. അയാളോട് ഞാൻ ഇവിടെയുള്ള വിവരം പറയുന്നത്. എന്താ മോളെ? അവരെന്നെ കൊല്ലാൻ വരിക. കള്ളന്മാര് അമ്പലത്തിലെ ആഭരണങ്ങൾ എന്താ ചേട്ടാ? വേറെന്താ ഞാൻ ചെയ്യാ? നന്നായി ഇങ്ങോട്ടൊന്ന് കയറിയത്. താരും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ സാമി, തീർന്നു. സാമി. എന്താ മോനെ? ഓ, ഇവിടെ നിൽക്കണോ? പുറപ്പെട്ട മോനെ. എന്താ അശോകേട്ടാ, തിരക്കായതുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്? അല്ല മോനെ, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ സ്വാമി എന്നെ വിളിച്ചു. പ്രധാനപ്പെട്ട ജോലിയോ? അതേ മോനെ, ഇത്രയും വലിയ അരമന ഇദ്ദേഹത്തെ ഏൽപ്പിച്ചല്ലേ പോന്നേ. അപ്പൊ പിന്നെ യാത്രയാക്കാൻ വരണ്ടേ? എന്തിനാ ഈ ഫോർമാലിറ്റി? കൊച്ചമ്മ 4-5 പ്രാവശ്യമായിട്ട് വിളിക്കുന്നു. സമയായി, പുറപ്പെടും മോനെ. ശരി മോനെ, ട്രെയിനിന് സമയമായി. മോൻ വേഗം പുറപ്പെട്. സാമി, ആ. ഇങ്ങോട്ട് വന്നേ. എന്താ മോനെ? അല്ല, എല്ലാ കാര്യം അറിഞ്ഞിട്ട് നിങ്ങളും ഇങ്ങനെ പറയാണോ? ശിവാനെ കാണാതെ ഞാൻ എങ്ങനെ പോവാ? മോനെ, മോൻ പറയുന്ന പോലെ മോനോട് കൊച്ചിന് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എത്തില്ലായിരുന്നു അവള്. ഇതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആ കൊച്ചിന് മോനെ ഇഷ്ടമല്ലെന്നല്ലേ? അല്ല, എനിക്കറിയാം. ശിവാനിക്ക് എന്നെ ഇഷ്ടമാണ്. അവൾ തീർച്ചയായും. അതല്ല മോനെ, ഞാൻ എന്താ പറയുന്ന വെച്ചാല്, ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഒരു സുഖം അനുഭവിക്കാതെ കഷ്ടപ്പെട്ടവളാ. ഇനി അവൾക്ക് കിട്ടുന്ന ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാ സുഖവും സന്തോഷവും അവൾ അനുഭവിക്കണം. ശിവാനി എൻ്റെ ഭാര്യയായാൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. എനിക്കെന്തോ അവൾ എന്നെ തേടി വരുമെന്നുള്ള വിശ്വാസമുണ്ട്. അവളൊത്തുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി സാമിയേട്ട. പാവം, എൻ്റെ ശിവാനി വളരെ നിഷ്കളങ്കയാണ്. ഗ്രാമത്തിലെ പെണ്ണായതുകൊണ്ട് പെട്ടെന്നൊരു മറുപടി പറയാൻ മടിയുണ്ടാവും മോനെ. അങ്ങനെയൊന്നുമില്ല. അല്ല മോനെ, കൊച്ചമ്മ കുറെ നേരത്തെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാ. മോൻ പുറപ്പെട്. മോൻ നാട്ടിലേക്ക് പുറപ്പെട്. ആ പെണ്ണിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് മോനോട് എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയാം. ധൈര്യമായിട്ട് പോ മോനെ, ഞാനില്ലേ ഇവിടെ. വണ്ടി എടുക്കാൻ പറ. അതെ, പോകല്ലേ. എന്നെ വെറുതെ വിടണം. കാല് പിടിച്ച് അപേക്ഷിക്കും. എനിക്ക് ജീവിക്കണം. എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ കല്യാണം കഴിച്ച് ഞാൻ എവിടെയെങ്കിലും ജീവിച്ചോളാം. ഈ നാട്ടിലേക്ക് ഞാൻ ഇനി വരില്ല. സത്യമായിട്ടും നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ ഒരിക്കലും വരില്ല. എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം. അനിയത്തിയായി കരുതി എന്നെ വെറുതെ വിട് ചേട്ടാ. എന്നെ ജീവിക്കാൻ അനുവദിക്കും.
അല്ല അശോകൻ സാറേ, അരമനയ്ക്കകത്ത് തന്നെ അടക്കണോ? എടോ, പൂട്ടിക്കിടക്കുന്ന അരമനയായത്. അകത്ത് കുഴിച്ചിട്ടല്ലേ പുറത്താരും അറിയാതിരിക്കൂ. മണ്ണിട്ട് മൂടടാ. അങ്ങനെ അങ്ങോട്ട് നോക്കി. എനിക്ക് കുടുംബം കുട്ടികളുമായി ജീവിക്കാൻ കൊതിയാവുക. എന്നെ വിട്ടേക്ക്, ഞാൻ അപേക്ഷിക്കാം. എന്താടാ ഇത്? എത്ര അടിച്ചാലും ചത്തുപോകാത്തത്? എന്തിനാടാ ഇത്? എന്തിനാ ഇതിനെ അടിക്കുന്നത്? മണ്ണിട്ട് മൂടറാ. അതിനകത്ത് കിടന്ന് ചാവട്ടെ. ജീവിക്കണം, എനിക്ക് ജീവിക്കണം, ജീവിക്കണം. ഞാൻ എത്ര അപേക്ഷിച്ചെന്നറിയോ? ഒരല്പമെങ്കിലും ദയ കാണിക്കാൻ നിൽക്കാതെ എന്നെ കൊന്നവരെ ഞാനും കൊന്നു. അശോകൻ എന്റെ കൈ കിട്ടട്ടെ, അവനെ ഞാൻ കൊല്ലും. ജന്മം മുഴുവൻ മുരളിയുടെ ഭാര്യയായി ഈ ശരീരത്തിൽ തന്നെ ഞാൻ കഴിയും. ഈ പെണ്ണിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കടി. അത് തെറ്റല്ലേ? ഏതാടി തെറ്റ്? ഞാൻ ജീവിക്കേണ്ട എന്റെ ജീവിതമാ മാധവിക്കിപ്പ കിട്ടിയത്. നിനക്കും അറിയില്ലേ? അന്ന് ഞാൻ എത്ര ആഗ്രഹത്തോടെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു പക്ഷേ ഞാനൊരു 2 മിനിറ്റ് മുമ്പേ പോയിരുന്നെങ്കിൽ ആ ചെയർമാൻ എന്നെ വഴി കാണില്ലായിരുന്നു. ഞാൻ മുരളിയെ കണ്ടുമുട്ടി ഈ വീട്ടിൽ തന്നെ ശിവാനിയായി ജീവിച്ചേനെ. ഇനി പറ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? ഇതുവരെ മുരളിയുമായി ഒരുമിക്കാൻ ഒരു അവസരം പോലും കിട്ടിയില്ല. നാളെയാണ് സൂര്യഗ്രഹണം. അതിനുള്ളിൽ ഞങ്ങൾ ഒന്നു ചേർന്നാൽ ശാശ്വതമായിട്ട് എനിക്ക് ഇവിടെ തന്നെ തങ്ങാം. പിന്നെ ആർക്കും എന്നെ ഈ ശരീരത്തിൽ നിന്നും വേർപെടുത്താനാവില്ല. മുരളി, വല്ലാതെ മുറിഞ്ഞല്ലോ. വാ ഹോസ്പിറ്റലിൽ പോ. ഇത്രയും ചെറിയൊരു മുറിവിന് എന്തിനാ ഹോസ്പിറ്റലിൽ? അകത്ത് കുപ്പിച്ചില് കയറിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റിക് ആവും. മിണ്ടാതെ വാടാ. എന്താ മോനെ ഇതൊക്കെ? കുറച്ച് സൂക്ഷിച്ച് ചെയ്യണ്ടേ? കൊച്ചുമുതലാളി ചോരയോ? ഞാൻ പോയി കാളെ പൂട്ടട്ടെ. കാളയെ പൂട്ടാൻ പോകുന്നു. ആദ്യം നിങ്ങളെയാണ് പൂട്ടേണ്ടത്. എന്തിനാ എന്നെ പൂട്ടുന്നത്? കാളവണ്ടിയിലല്ലേ സാധനം കൊണ്ടുപോകാറ്. ഇങ്ങനൊരു മനുഷ്യൻ. നീ എന്തിനാ മോളെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? ഞാൻ വരാതെ പിന്നെ എങ്ങനെയാ? വണ്ടി എടുക്ക്. നന്നായി ഡ്രസ് ചെയ്യണം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, എനിക്കപ്പോ പോകാലോ? 2 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്തിനാ ഡോക്ടർ ഒരു ചെറിയ മുറിവിന് 2 ദിവസം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ഗ്ലാസ് പീസ് കൊണ്ട് ഞരമ്പ് കെട്ടായിരിക്കുക. ബ്ലീഡിംഗ് നിൽക്കുന്നില്ല. 24 hours എങ്കിലും ഒബ്സർവേഷൻ വേണം. അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് രവി സർ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. നിങ്ങൾ ഇത്ര റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് കള്ളത്തരം പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തത്. ഒരു ഡോക്ടറും ചെയ്യാൻ പാടില്ലാത്ത ഇത്. ഇതും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഡോക്ടർ. അഡ്മിഷൻ ഫോം. ഡോക്ടർ, എന്റെ സിസ്റ്ററെ കണ്ടിരുന്നു. അവരപ്പം തന്നെ പോയല്ലോ. പോയെന്നോ? മാധവി, മാധവി. ചിക്കൻ ബിരിയാണിയോ? കൂട്ടുകാരി 3 പേരെയാ കൊന്നത്. അതിന് ടെൻഷനില്ല ഞാൻ. പറയാൻ കണ്ടൊരു നേരം. ആരാ കൊന്നത് ഞാനെങ്ങനെ അറിയാ? വിവരമില്ലാത്തോട് പോലീസ് എൻക്വയറി പറഞ്ഞ് മനുഷ്യൻ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. അതും ജഡല അവളുടെ ഒരു വീട്ടിലേക്ക് എപ്പോഴാ തിരിച്ചു വരുന്ന പറയാൻ പറ്റില്ല. മിനിസ്റ്റർ കാണാൻ പോയിക്കൊണ്ടിരിക്കുക. ഫോൺ വെക്കടി. എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ കൈയൊന്ന് മുറിഞ്ഞു. അതെയോ? ഹോസ്പിറ്റലിൽ പോണം. വണ്ടിയാണെങ്കിൽ റിപ്പയർ ആയി. മോൾ എന്റെ വണ്ടി കയറി. ഞാൻ അങ്ങോട്ട് വിടാനേ.
ശരി. അശോക ഫോൺ എടുക്ക്, ഫോൺ എടുക്ക്. രാവിലെ തൊട്ട് പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റലായിട്ട് നെട്ടോട്ടമാണ്. കൂട്ടുകാർ 3 പേരെ കൊന്നത്. കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ എന്റെ കയ്യിൽ കിട്ടട്ടെ. ആരാടാ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നത്? ഹലോ ഹലോ ആരാ? അശോക, ഞാൻ രവിയാ സംസാരിക്കുന്നത്. എന്റെ സിസ്റ്റർ കൂടെ ഉണ്ടോ? ഉണ്ടല്ലോ, എന്തെങ്കിലും പറയണോ? നീ ഞാനാണെന്ന് പറയണ്ട, വേഗം അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടും. എന്തായി പറയുന്നേ? അയ്യോ, അതെന്റെ സിസ്റ്റർ അല്ല. നിങ്ങൾ കൊന്നില്ലേ ശിവാനി? അവള് മാധവിയുടെ രൂപത്തിൽ വന്നതാ. നിങ്ങൾ പറഞ്ഞെനിക്ക് മനസ്സിലാവുന്നില്ല. അശോക, 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 അശോക. എന്നെ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോടാ? എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിട്ടേക്ക്. ഇതുപോലെ ഞാനും നിന്നോട് കെഞ്ചിയല്ലേടാ. എന്താടാ ഷണ്ടനെ പോലെ അകത്ത് നിൽക്കുന്നത്? പുറത്തു വാ. ആരാടി ഈ ഷണ്ടൻ? ഞാനോ? നിന്നെ ഒരു പ്രാവശ്യം കൊന്നൊന്നും മതിയായില്ലേ? വീണ്ടും എന്റെ കൈ കൊണ്ട് ചാകാമെന്നാണോ? നേരം വെളുക്കട്ടടി, കാണിച്ചു തരാം. അതുവരെ ജീവനോടെ നിന്നെ ഞാൻ വിട്ടാലല്ലേ? വിടില്ലടാ. ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചവളാ, നീ അനുവദിച്ചില്ല. അമ്പലത്തിലെ ആഭരണങ്ങൾ മോഷ്ടിച്ചത് നീ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ എനിക്കോ? ജീവനോടെ നിന്നെ ഇവിടുന്ന് ഞാൻ വിടാൻ പോകുന്നില്ലടാ. ഇതുപോലെ ശക്തിയുള്ള ആത്മാക്കളെ ഒഴിപ്പിക്കാൻ ഞങ്ങൾക്കാവില്ല സർ. ജനിച്ചപ്പോൾ തന്നെ ദൈവിക ശക്തിയുള്ള കുട്ടിയാ. അവളുടെ ആഗ്രഹം നിറവേറാതെ ജീവനോടെ കുഴിച്ചിട്ടത് കൊണ്ടാ ഇത്രയും ഉഗ്രരൂപിയായത്. ശരീരവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ച മഹാന്മാർക്ക് മാത്രമേ ഈ ആത്മാവിനെ അടക്കാൻ സാധിക്കൂ. അങ്ങനത്തെ ഒരാളുണ്ട്. മുക്കുടയിലെ യാഗത്തിലാ ഉള്ളത്. അദ്ദേഹത്തെ കണ്ട ശിവാനി അടക്കാനുള്ള വഴി പറഞ്ഞു തരും. ഹലോ, എന്താ സാർ? ശിവാനി നമ്മളെക്കാൾ ബുദ്ധിശാലിയാ. മനസ്സിലായില്ല. മുരളിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. അയ്യോ സാർ, വലിയ സമയം ചെന്ന് കാണാൻ 2-3 മണിക്കൂറെങ്കിലും എടുക്കും. അതുവരെ അവർ രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ല സർ. അതിനൊരു വഴിയുണ്ട്. ഒന്ന് നിൽക്കണം സർ. സ്വാമി, എന്താ മോനെ, നിന്റെ പെങ്ങളെ പറ്റിയാണോ പറയുന്നത്? ഈ കാലത്ത് ആരേലും ബാധ എന്നൊക്കെ പറയൂ? ഞാൻ പറയുന്നത് വിശ്വാസമാവുന്നില്ലെങ്കിൽ ഇതെല്ലാരും കൈകൊണ്ട് തൊട്ടിട്ട് അവളെ നോക്ക്. നോക്കാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് നോക്ക്. നിന്റെ
ചേട്ടൻ തുറച്ചു നോക്കുന്നുണ്ടോ? ഞാനല്ല പറഞ്ഞത്, നിന്റെ പെങ്ങള് തന്നെ നിർബന്ധിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് അവിടുന്ന്. എന്തിനാ ഈ അർദ്ധരാത്രി ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നെക്കാളും നന്നായിട്ട് മുരളിയെ ഹോസ്പിറ്റലിലുള്ളവർക്ക് നോക്കാൻ പറ്റും. നിനക്ക് മുരളിയാ മുഖ്യം, എനിക്ക് എൻ്റെ അനുജത്തിയും. എന്താ ഇത്? വേറെ പെണ്ണിന്റെ രൂപമൊക്കെയാണല്ലോ കാണുന്നേ. അതാണ് ഞാൻ പറഞ്ഞ ശിവാനി. പെണ്ണെന്ന് പറഞ്ഞ പ്രേതം ഇറങ്ങാന്നാ പറയുക, പക്ഷെ പെണ്ണിന്റെ ഉള്ളിൽ പ്രേതം ഇറങ്ങാന്ന് വെച്ചാ അവൾ വന്നിരിക്കുന്ന മുരളിക്ക് വേണ്ടിയാ. ഇന്ന് രാത്രി അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ അവള് സ്ഥിരമായിട്ട് മാധവിയുടെ ശരീരത്തിൽ കുടിയിരിക്കും. അത് നടക്കാൻ പാടില്ല. അല്ല രവി, ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞ പോലെ മുരളിയോടും പറഞ്ഞ പ്രശ്നം സോൾവ് ആകുമല്ലോ. അതെ അതെ. അത് മുരളിയുടെ ജീവൻ ആപത്താവും. അതുമാത്രമല്ല, ഇക്കാര്യം നമ്മൾ അറിഞ്ഞു എന്ന് അവൾ മനസ്സിലാക്കിയാൽ പോലും നമ്മുടെ എല്ലാവരുടെയും ജീവൻ അപകടമില്ല. ശിവാനിയുടെ ആത്മാവിനെ എങ്ങനെ ഒഴിപ്പിക്കാനാവുമെന്ന് ഞാൻ വലിയ സമയം ചോദിച്ചിട്ട് വരാം. അതുവരെ അവരെ ഒരുമിക്കാതെ നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ. എന്തിനാ സാമിയൊക്കെ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി. നമ്മളെല്ലാവരും ചേർന്ന് അവരെ ഒന്നു ചേരാതെ നോക്കാം. അത് നടക്കാതിരിക്കുന്നതും പ്രശ്നം തന്നെയാണ്. നാളെയാണ് സൂര്യഗ്രഹണം. അതിനുള്ളിൽ ഞങ്ങൾക്ക് ഒന്നുചേരാൻ കഴിഞ്ഞാൽ ശാശ്വതമായി ഞാൻ ഈ ശരീരത്തിൽ തങ്ങും. ഒരു പക്ഷെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ നേരം വെളുക്കും മുമ്പ് മുരളിയെ കൊന്നിരിക്കും. അവൾ വിചാരിച്ചത് നടന്നാൽ മാധവി നമുക്ക് ഒരിക്കലും കിട്ടില്ല. എൻ്റെ അനുജത്തിയുടെ ജീവിതം, മുരളിയുടെ ജീവൻ, ഇത് രണ്ടും നിങ്ങളുടെ കൈകളില്ല. ബോസ്, അപ്പൊ പിശാചിനെ പിരിക്കാൻ പോവാണല്ലേ? ഇത് പലിശ പിരിക്കുന്ന പോലെ നിസ്സാര കാര്യമാണോ? റൊമാൻസ് സമയത്ത് മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്താ പ്രേതത്തെ പോലെ ദേഷ്യം വരും. അപ്പൊ പ്രേതത്തെ ഡിസ്റ്റർബ് ചെയ്താ പിന്നെ പറയാനുണ്ടോ? ഇന്ന് എത്ര പേര് പ്രേതമായിട്ട് മാറുമോ എന്ന്. പറയൂ. എല്ലായിടത്തും നോക്കി ഒരു കാർ കവുന്ന് കിടപ്പുണ്ട്, അതിനകത്തൊന്നും ആരും ഇല്ല. ഒരു ഫോൺ പൊട്ടി കിടപ്പുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യും, ഞാൻ വരുന്നു. എന്താ ബോസ്, പിശാചിനെ പിരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോ പാലില് സോപ്പ് പൗഡർ കലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോപ്പ് പൗഡർ കലക്കാതെ പിന്നെ പോൺസ് പൗഡർ കലക്കാൻ പറ്റൂടാ? ഇത് രണ്ടുപേരും കുടിച്ചാലേ എങ്ങനെയാ ബെഡ്റൂമിൽ കിടക്കുക? ബാത്റൂമിൽ ഇരിക്കാനേ രണ്ടുപേർക്ക് സമയം ഉണ്ടാവും. സൂപ്പർ. എന്നാ എനിക്കൊരു ഡൗട്ട്. എന്ത്? പ്രേതത്തിന് വയറിളകുമോ? നല്ല ഡൗട്ട്. ഇത് പ്രേതത്തിന് കൊടുത്തിട്ട് അതിനോട് തന്നെ ചോദിച്ചിട്ട്. എനിക്ക് പറ്റില്ല. ഇത്രയും പേരുള്ളപ്പോ ഞാൻ എന്തിനാ പോകുന്നേ? ഒരു പിശാച് മറ്റൊരു പിശാചിന് ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാ പച്ചമേട് പോകാൻ പറഞ്ഞത്. അയ്യോ, ഞാൻ തനിച്ചു പോവില്ല. നമുക്ക് ഗ്രൂപ്പായിട്ട് ഇപ്പൊ പോവാം. നിങ്ങൾ ഇത് കൊണ്ടുപോയില്ലെങ്കിൽ ഈ പാല് നിങ്ങളുടെ കെട്ടിയവന്റെ കൈ കൊടുക്കും. ഇത് മസാല പാലാണെന്ന് പറഞ്ഞ് അങ്ങേര് നിങ്ങളുടെ പുറകെ വരും. വേണോ? വേണ്ട വേണ്ട. അതില് നല്ലത് പ്രേതം തന്നെയാ. ഓൾ ദി ബെസ്റ്റ് ആന്റി. കൊടുക്കുമ്പോ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു പക്ഷെ പിടിക്കപ്പെട്ട ആന്റി പെട്ടെന്ന് തോട്ടത്തിലേക്ക് ഓടി. നല്ല ഐഡിയ. മായം കൂടെ ചെല്ലേ 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 ചെല്ലേ. എന്നിട്ട് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കും. ചെല്ലേ. ഇതുവരെ ഒരു പൂച്ചയ്ക്ക് പോലും ഞാൻ പാല് കൊടുത്തിട്ടില്ല. എങ്ങനെയാ ഞാൻ പ്രേതത്തിന് പാല് കൊടുക്കുന്നത്? അയ്യോ. എന്താ മാഡം, നല്ല മൂഡിലാണല്ലോ. ഈ ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. മുരളി, മുരളി, മുരളി. എന്താ ആന്റി? കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഓരോ ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടക്കുമോനെ. ഇപ്പോഴല്ലേ അങ്കിൾ ഒരു പാത്രം നിറച്ച് പാല് തന്നത്? അത് സാധാരണ പാലാ, ഇത് സ്പെഷ്യൽ പാലാ. വയറ്റിൽ ഇനി സ്ഥലമില്ല ആന്റി. ആന്റിക്ക് വേണ്ടി ഒരു ഗ്ലാസ് കുടിക്കുമോനെ. പ്ലീസ് കുടിക്കുമോനെ. വേണ്ടാഞ്ഞിട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്തു പറ്റി ആന്റി? ആന്റി അത് പിന്നെ അങ്കിളിന് തലക്കടിയേറ്റ ശേഷം ആന്റി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. സോറി. വാ ആന്റി, വന്നേ. അല്ല, സാരിയിൽ പാല് വീണില്ലേ, പോയി മാറ്റ്. എന്തു പറ്റി ആന്റിക്ക്?